കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഫ്രൂട്ടി തയ്യാറാക്കിയാലോ? ഒരു ഗ്ലാസ് നല്ല തണുത്ത ഫ്രൂട്ടി എടുക്കട്ടെ കുടിക്കാനായിട്ട്. കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും രുചികരമായിട്ടുള്ള ഫ്രൂട്ടി നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇപ്പം മാങ്ങയുടെ സീസണല്ലേ, ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഫ്രൂട്ടി കുടിക്കണമെന്ന് തോന്നുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കി കുടിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഹോം മെയ്ഡ് ഫ്രൂട്ടി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത 3 മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മാങ്ങ എടുക്കുക. അതുപോലെ തന്നെ നല്ല കളറുള്ള മാങ്ങ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രൂട്ടിക്ക് നല്ല കളറ് കിട്ടും. ഇതിലേക്ക് ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് ഒരു പച്ച മാങ്ങയും വേണം. ഞാനിവിടെ എടുത്തിട്ടുള്ള മാങ്ങ നല്ല പുളിയുള്ളത് കൊണ്ട് പകുതി മാങ്ങ എടുക്കുന്നുള്ളൂ. പുളി കുറഞ്ഞ മാങ്ങയാണെങ്കിൽ ഒരെണ്ണം ഫുള്ളായിട്ട് എടുക്കാം. മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര, ഒരു നാരങ്ങ. ആദ്യം നമുക്ക് ഈ മാങ്ങയുടെ തൊലിയൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ചെറിയ പീസുകളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഞാൻ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചിട്ടാണ് നമ്മൾ ഫ്രൂട്ടി തയ്യാറാക്കുന്നത്. ഞാനിവിടെ കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. നോർമൽ രീതിയിലും വേവിച്ചെടുക്കാവുന്നതാണ്. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര എടുക്കാവുന്നതാണ്. 2 കപ്പ് നോർമൽ വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ചൂടൊക്കെ കംപ്ലീറ്റ് മാറിയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ മാങ്ങയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണവും വരും കേട്ടോ ഇത് തുറക്കുന്ന സമയത്ത്. ഇനി നമുക്കിതിൽ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചൂടോടുകൂടി ഒഴിക്കേണ്ട, നല്ലതുപോലെ തണുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഈ അടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ മാങ്ങയുടെ പൾപ്പ് ഒന്ന് അരിച്ചെടുക്കണം. നല്ല സ്മൂത്തായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. ഈ അരിച്ചെടുത്തിട്ടുള്ള പൾപ്പിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പകുതി നാരങ്ങ നീരേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എടുക്കുന്ന മാങ്ങയുടെ പുളിക്കൊക്കെ അനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഒരു ബോട്ടിലിൽ ഒഴിച്ച് ഫ്രിഡ്ജിൽ 1 മാസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് ഫ്രൂട്ടി കുടിക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം ബാക്കി കുറച്ച് നല്ല തണുത്ത വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് കുടിച്ചാൽ മതി. ഞാൻ ഇതിലേക്ക് ഒരു 2.5 കപ്പ് നല്ല തണുത്ത വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല തണുത്ത വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ല തണുപ്പോട് കൂടിയിട്ട് കുടിക്കുക. ഇത്രയേ ഉള്ളൂ. മിക്സ് ചെയ്തെടുക്കുന്ന സമയത്തും മധുരമൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യത്തിനുള്ള മധുരമൊക്കെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് ഫ്രൂട്ടി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയാണ്. ഫ്രൂട്ടിയുടെ അതേ ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ.